മധ്യപ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. പരാതിയുമായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയ കോൺഗ്രസ് നേതാക്കളെ പോലീസ് തടഞ്ഞു. ഏറെ നേരത്തെ തർക്കത്തിനൊടുവിലാണ് കെ.സി. വേണുഗോപാൽ, ഭൂപേഷ് ബഗേൽ എന്നിവർക്ക് അകത്ത് പ്രവേശിക്കാൻ അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അതിനാടകീയ രംഗങ്ങൾക്കാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടിക്ക് പിന്നാലെയാണ് കെ.സി. വേണുഗോപാലിന്റെയും ജയറാം രമേശിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും ഭൂപേഷ് ബാഗേലിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം ഒരു മെമ്മോറാണ്ടം നൽകാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ മുൻകൂർ അപേക്ഷ എടുത്തിട്ടില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല CAS ഉദ്യോഗസ്ഥർ. അതിനുശേഷം വളരെ വലിയൊരു പ്രതിഷേധത്തിനാണ് ഡൽഹിയിലെ ഈ കവാടം സാക്ഷ്യം വഹിച്ചത്. റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധിച്ചു. തങ്ങളെ അകത്തേക്ക് ഉദ്യോഗസ്ഥരെ കാണാനും അതുപോലെ തന്നെ മെമ്മോറാണ്ടം സമർപ്പിക്കാനും അനുവദിക്കണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം. आपको ऑनलाइन टाइम तो देना पड़ेगा। अरे 1 घंटे पहले डिस्क्वालिफिकेशन हुआ है यार, आप क्या बात कर रहे हो? प्लीज ओपन द डोर प्लीज। കോടതിയെ സമീപിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇത് ജനാധിപത്യത്തിന്റെ ക്രൂരമായ കൊലപാതകമാണ്. ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല. ഒരു കാരണവുമില്ലാതെ ഒരു നോമിനേഷൻ ക്യാൻസൽ ചെയ്യുക ജനാധിപത്യം എത്രമാത്രം കൊല ചെയ്യപ്പെടുന്ന ഒരു തെളിവാണ്. ഇതിനെതിരായി നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പോരാടും. ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഒരു തയ്യാറായില്ല. ഞങ്ങൾ കുത്തിയിരിക്കേണ്ടി വന്നു അകത്തുനിന്ന് കയറി കൊടുക്കാൻ. അപേക്ഷ സ്വീകരിച്ചു. ഇപ്പോൾ അത് കുത്തിയിരുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകിച്ചും BJPക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ജൂൺ 18-ാം തീയതിയാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ മധ്യപ്രദേശിൽ 3 സീറ്റുകളാണുള്ളത്. 48 MLA-മാരുള്ള കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ BJP 3 സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു അട്ടിമറി സംശയിച്ച് 48 MLA-മാരെയും ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് മാറ്റിയത്. എന്നാൽ ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ചില കേസുകളുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസിലെ കാര്യങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ നിന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജൻ എന്ന സ്ഥാനാർത്ഥി മറച്ചുവെച്ചു എന്നുള്ള BJPയുടെ ആരോപണത്തിന് പിന്നാലെയാണ് അവരുടെ സ്ഥാനാർത്ഥിത്വം തള്ളിയതും അവിടെ BJPക്ക് 3 സീറ്റുകളിലും വിജയിക്കാൻ സാധിക്കും ഒരു അട്ടിമറിയിലൂടെ എന്നുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടതും. ഇത് തികച്ചും അനാസ്ഥയാണ്. വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഈ ജനാധിപത്യത്തെ തന്നെ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് നേതാക്കൾ ഉന്നയിച്ചത്. അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായി ഇവിടേക്ക് എത്തുന്നത്. ഏറെ നേരം ഏകദേശം അരമണിക്കൂർ നേരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയതിനു ശേഷമാണ് 2 നേതാക്കളെ കെ.സി. വേണുഗോപാലിനെയും അതുപോലെ തന്നെ ഭൂപേഷ് ബാഗേലിനെയും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചത്. മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു. ഈ ഒരു നടപടി സ്ഥാനാർത്ഥിയെ പിൻവലിച്ച നടപടി, സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ നടപടി പുനഃപരിശോധിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ആ ഒരു മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു. ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഒരു മെമ്മോറാണ്ടം നൽകിയത്. എന്നാൽ അതിൽ തുടർ നടപടികളോ ഉറപ്പോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം അകത്തു നിന്നും പുറത്തേക്ക് വന്ന നേതാക്കൾ പറയുകയുണ്ടായി. അവർ നിയമ നടപടി അടക്കം എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴെന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. പോരാട്ടം തുടരുമെന്നുള്ള കാര്യം തന്നെ ഇതിനോടകം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ഇവിടെ മടങ്ങിയിരിക്കുന്നത്. 3 സീറ്റുകളിലും BJPക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ മധ്യപ്രദേശിൽ എത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനൊപ്പം അർജുൻ പീതാംബരൻ, 24. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിൽ പ്രതിഷേധം കടുക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ നേതാക്കൾക്ക് അനുമതി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇലക്ഷൻ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച. ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് നടന്നതെന്നും നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതോടെ 3 രാജ്യസഭാ സീറ്റിലും BJPക്ക് ജയിക്കാൻ സാധ്യത തെളിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.